Welcome back to Learning Hub. Let's learn together with Dhanya. JCIയുടെ എക്സാമിനും അതുപോലെ തന്നെ കേരള ബാങ്കിന്റെ എക്സാമിനും മോഡ്യൂൾ 1ന്റെ സിലബസിൽ വരുന്നത് ക്യാപിറ്റലിസം, സോഷ്യലിസം ആൻഡ് കമ്മ്യൂണിസം, cooperatives and other forms of business organizations, distinctive features of cooperative organizations, അതായത് partnership and joint stock companies, then cooperative as an institution and as an enterprise, അതുപോലെ cooperative commonwealth, ഇത്രയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്സിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഒന്നും പഠിക്കാത്തവരും നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് കണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമുക്ക് CSEB എക്സാം പോലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല, PSCയുടെ ആവുമ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. കാരണം നമുക്കിപ്പോൾ ഒരേപോലത്തെ സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കും തന്നിട്ടുള്ളത്. അപ്പം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കൺഫ്യൂസിങ് ആവുന്ന രീതിയിലായിരിക്കും തരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് എല്ലാം തന്നെ അറിയണം. അപ്പൊ ക്വസ്റ്റ്യൻസും ഓപ്ഷൻസും കൂടിയിട്ട് കണ്ട് പഠിക്കണം. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ യൂസ്ഫുൾ ആയവർക്ക് ഷെയർ ചെയ്തുകൂടെ കൊടുക്കുക. എന്തെങ്കിലും ഫീഡ്ബാക്സോ സജഷൻസോ ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ക്വസ്റ്റ്യൻസ് നോക്കാം. Which of the following is the key characteristic of capitalism? ക്യാപിറ്റലിസത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. കളക്റ്റീവ് ഓണർഷിപ്പ് ഓഫ് റിസോഴ്സസ്, സെൻട്രലൈസ്ഡ് എക്കണോമിക് പ്ലാനിംഗ്, പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ബേസ്ഡ് ഓൺ നീഡ്സ്. ഓക്കെ, അപ്പൊ ആൻസർ ഇസ് പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. ക്യാപിറ്റലിസം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? പ്രൈവറ്റ് ഓണർഷിപ്പ് ആണ്. എന്ത് കാര്യങ്ങൾ അപ്പം പ്രൊഡക്ഷൻ മീൻസ് എല്ലാം തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള ഓണർഷിപ്പിൽ ആയിരിക്കും. ഓക്കെ, അതാണ് ക്യാപിറ്റലിസത്തിന്റെ ഒന്നാമത്തെ ഫീച്ചർ നമുക്ക് പറയണത്. In a socialist economy, the means of production are owned by. അപ്പം ഒരു സോഷ്യലിസ്റ്റ് എക്കോണമി, ക്യാപിറ്റലിസത്തിന്റെ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പ്രൈവറ്റ് ഓണർഷിപ്പ് ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ സോഷ്യലിസ്റ്റ് എക്കോണമിയുടെ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആരാണ് ഓൺ ചെയ്യണത്? ഓക്കെ, ആൻസർ ദ സ്റ്റേറ്റ് ഓർ ദ പബ്ലിക്. ഓക്കെ, അപ്പോൾ ഒന്നുമില്ലെങ്കിൽ അതായത് മറ്റേത് പ്രൈവറ്റ് ആണെങ്കിൽ ഇവിടെ സോഷ്യലിസം എന്ന് പറയുന്നത് പബ്ലിക് ആയിരിക്കും, അതല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഓൺഡ് ആയിരിക്കും, അതല്ലെങ്കിൽ പബ്ലിക് ഓണർഷിപ്പ് ആയിരിക്കും. ഓക്കെ, അതാണ് രണ്ടാമത്തെ പോയിന്റ്. നെക്സ്റ്റ്, തേർഡ് ക്വസ്റ്റ്യൻ. കമ്മ്യൂണിസം എയിംസ് ഫോർ. ഒരു കമ്മ്യൂണിസ്റ്റ് ഒരു സൊസൈറ്റി അല്ലെങ്കിൽ കമ്മ്യൂണിസം എന്ന് പറയുന്നത് എന്താണ് എയിം ചെയ്യുന്നത്? ഓക്കെ, അവിടെ ഒരു ക്ലാസ്ലെസ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്ലെസ് സൊസൈറ്റിയാണ് അത് എയിം ചെയ്യുന്നത്. ഓക്കെ, അപ്പം കമ്മ്യൂണിസം എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്ലാസ്ലെസ് അതല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്ലെസ്, പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള ഒരു വിഭാഗം, ഒരു ക്ലാസ്, പ്രത്യേക ഒരു ക്ലാസ് ഇല്ല, അതല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്ലെസ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിനെയാണ് കമ്മ്യൂണിസം എന്നുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അടുത്തത്. Which of the following is a distinctive feature of cooperative organization? കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ, ഒരു സഹകരണ മേഖല, അത് അവരുടെ ഒരു ഡിസ്റ്റിങ്ക്റ്റീവ് ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ നമുക്ക് ഇതിൽ ഓപ്ഷൻസ് നോക്കണം. ഓക്കെ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഫോർ ഓണേഴ്സ്, one member one vote, controlled by shareholders based on capital contribution, hierarchical management structure. ഓക്കെ, ഇപ്പൊ ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷന്റെ ഫീച്ചർ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഒരു മെമ്പർക്ക് ഒരു വോട്ട് എന്നുള്ളത് ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷന്റെ ഫീച്ചർ തന്നെയാണ്. അപ്പൊ അതാണ് അവരെ വേറിട്ട് നിൽക്കുന്ന ഒരു ഇത്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, ഓണേഴ്സിന് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഉണ്ടോ? ഇല്ല. ഓക്കെ, അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിന്റെ കൺട്രോൾ ആണോ? അല്ല. ഓക്കെ, ഹൈറാർക്കിക്കൽ മാനേജ്മെന്റ് സ്ട്രക്ചറും അല്ല. ഓക്കെ, സോ വൺ മെമ്പർ വൺ വോട്ട്. ഓക്കെ, അതാണ് ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷന്റെ ഡിസ്റ്റിങ്ക്റ്റീവ് ഫീച്ചർ എന്ന് പറയുന്നത് ഇതിനകത്ത്. നെക്സ്റ്റ്, എ പാർട്ട്ണർഷിപ്പ് differs from a cooperative in that. അപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമും ഒരു കോപ്പറേറ്റീവ് ഫേമും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഓക്കെ, പാർട്ട്ണർഷിപ്പ് എങ്ങനെയാണ് ഒരു കോപ്പറേറ്റീവ് ഫേമിൽ നിന്ന് ഡിഫർ ചെയ്യുന്നത്, വ്യത്യാസം കാണിക്കുന്നത്? ഓക്കെ, അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. എ പാർട്ട്ണർഷിപ്പ് ഹാസ് എ ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ. രണ്ടാമത്തത്, എ പാർട്ട്ണർഷിപ്പ് ഓപ്പറേറ്റ്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് one member one vote. C, a partnership is always non-profit. D, partnership requires an equal capital contribution from all partners. Okay, answer is a partnership has a hierarchical structure. Okay, അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ക്വസ്റ്റ്യന്റെ ഒരു എന്താ പറയാ കണ്ടിന്യൂവേഷൻ ആണ്. ഓക്കെ, നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്? കോപ്പറേറ്റീവ് ഫേമിന്റെ ഡിസ്റ്റിങ്ക്റ്റീവ് ഫീച്ചർ എന്ന് പറയുന്നത് one member one vote ആണെന്ന് പറഞ്ഞു. ഓക്കെ അല്ലെ? അപ്പൊ അതിന്റെ മറ്റ് ഓപ്ഷൻസ് എല്ലാം നമ്മൾ തെറ്റെന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ എന്തിന്റെ ഫീച്ചേഴ്സ് ആണ്?
പാർട്ട്ണർഷിപ്പിന്റെ ഫീച്ചേഴ്സ് ആയിരുന്നു. എന്നാൽ ഒരു പാർട്ട്ണർഷിപ്പ് ഒരു കോപ്പറേറ്റീവിൽ നിന്ന് ഡിഫർ ചെയ്യുന്നത് എങ്ങനെയാണ്? പാർട്ട്ണർഷിപ്പിന് എന്താണ്? ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ആണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ബാക്കി മൂന്നെണ്ണം എന്താണ്? കോപ്പറേറ്റീവ് ഫേമിന്റെ ഫീച്ചേഴ്സ് ആണ്. ഓക്കെ, 1 member 1 vote എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ഫേമിന്റെ ആണ്. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ഫേം എപ്പോഴും നോൺ പ്രോഫിറ്റ് ആയിട്ടാണ്, അതായത് പ്രോഫിറ്റ് മോട്ടീവ് ആണ്, എന്നാലും എന്താ പറയുക, കൂടുതൽ പ്രോഫിറ്റ് അല്ല അവരുടെ മോട്ടീവ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പം നോൺ പ്രോഫിറ്റ് ആണ്. അതുപോലെ തന്നെ ഈക്വൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഫ്രം ഓൾ പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സിൽ നിന്ന്, ഇത് കോപ്പറേറ്റീവിന്റെ അല്ല, സോറി, ഇത് കോപ്പറേറ്റീവിന്റെ ഫീച്ചർ അല്ല. പാർട്ട്നേഴ്സിന്റെ കയ്യിൽ നിന്ന് ഈക്വൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ വേണം എന്നുണ്ടോ പാർട്ട്ണർഷിപ്പിൽ? ഇല്ല. ഓക്കെ, സോ പാർട്ട്ണർഷിപ്പ് കോപ്പറേറ്റീവിൽ ഡിഫർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഹാസ് എ ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ. അടുത്തത്, what is the primary objective of a joint stock company? ഒരു joint stock കമ്പനിയുടെ primary objective എന്താണ്? ഓക്കെ, പ്രൈമറി ഒബ്ജക്റ്റീവ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിക്ക് എപ്പോഴും അവരുടെ ഷെയർ ഹോൾഡേഴ്സിന് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ആൻസർ ഇസ് ടു മാക്സിമൈസ് പ്രോഫിറ്റ് ഫോർ ഇറ്റ് ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, അപ്പം ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുമ്പോൾ അവരുടെ ഒബ്ജക്റ്റീവ് ഇസ് ടു മാക്സിമൈസ് പ്രോഫിറ്റ്സ് ഫോർ ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ്. അടുത്തത്, which of the following best describes a cooperative commonwealth? ഓക്കെ, ഒരു കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സിൽ ഒരു കോപ്പറേറ്റീവ് കോമൺവെൽത്തിനെ ഏറ്റവും നന്നായിട്ട് വിവരിക്കുന്നത് ഏതാണ്? ഓക്കെ, ആൻസർ പറയുന്നുള്ളൂ ഞാൻ. a network of cooperative working together for mutual benefit. ഓക്കെ, നമുക്ക് തമ്മിൽ ഒരു മ്യൂച്വൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന കുറെ കോപ്പറേറ്റീവ്സിന്റെ ഒരു നെറ്റ്വർക്ക് ആണ് ഒരു കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയുന്നത്. ഓക്കെ, സോ വാട്ട് best describes a cooperative commonwealth? It is a network of cooperatives working together for a mutual benefit. Okay, തമ്മിലുള്ള ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം കോപ്പറേറ്റീവ്സിന്റെ ഒരു നെറ്റ്വർക്ക് ആണ് എന്താ കോപ്പറേറ്റീവ് കോമൺവെൽത്ത്. An enterprise a cooperative aims to. ഒരു എന്റർപ്രൈസ് ആയിട്ട് എങ്ങനെയാണ് ഒരു കോപ്പറേറ്റീവ് പ്രവർത്തിക്കുന്നത്? ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് എങ്ങനെയാണ് ഒരു കോപ്പറേറ്റീവ്? അത് നമുക്കൊരു ടോപ്പിക് ആണ്, അല്ലെ? അപ്പോൾ എന്റർപ്രൈസ് ആയിട്ട് ഒരു കോപ്പറേറ്റീവ് എയിം ചെയ്യുന്നത് എന്താണ്? ആൻസർ, serve its members needs and interest. അവരുടെ മെമ്പേഴ്സിന്റെ നീഡ്സും ഇൻട്രസ്റ്റും സെർവ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കോപ്പറേറ്റീവിന്റെ ഒരു എന്റർപ്രൈസ് എന്നുള്ള രീതിയിൽ എയിം ചെയ്യുന്നത്. ഓക്കെ, അടുത്തത്, ഇൻ എ കോപ്പറേറ്റീവ് പ്രോഫിറ്റ്സ് ആർ ടിപ്പിക്കലി. ഒരു കോപ്പറേറ്റീവിൽ പ്രോഫിറ്റ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് കേട്ടോ. അപ്പം എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഇറ്റ് ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് ബേസ്ഡ് ഓൺ ദി എമൗണ്ട് ഓഫ് പാട്രണേജ് ബൈ ദ മെമ്പേഴ്സ്. ഓക്കെ, മെമ്പേഴ്സിന്റെ പാട്രണേജ് ഡിവിഡൻഡ് അനുസരിച്ചിട്ടാണ് profit distribution. Okay, so answer is distributed based on the amount of patronage by the members ആണ്. In a cooperative, the profits are typically distributed based on the amount of patronage by the members. Okay, next question, which form of business organization is typically characterized by limited liability? Okay, limited liability ഒരു characteristic ആയിട്ടുള്ള ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഏതാണ്? ആൻസർ ഇസ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ എന്താ എപ്പോഴും ലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും. ഓക്കെ, ബിസിനസ് ഓർഗനൈസേഷൻ വിച്ച് ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ്. ഓക്കെ, അപ്പം ബാക്കി മൂന്നെണ്ണവും ലിമിറ്റഡ് ലയബിലിറ്റി അല്ല. The primary goal of a cooperative commonwealth. ഒരു കോപ്പറേറ്റീവ് കോമൺവെൽത്തിന്റെ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, അപ്പൊ എന്താണ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് നമ്മൾ പറഞ്ഞത്? അതായത് മ്യൂച്വൽ ബെനിഫിറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന കുറച്ച് കോപ്പറേറ്റീവ്സിന്റെ ഒരു നെറ്റ്വർക്ക് ആണെന്ന് പറഞ്ഞു, അല്ലെ? അപ്പോൾ അവരുടെ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്ഷൻസ് നോക്കാം. ടു അക്യുമുലേറ്റ് വെൽത്ത് ഫോർ എ few, to promote competition among cooperatives, to ensure collective ownership and democratic control of resources, to establish a hierarchical corporate structure. Okay, അപ്പം ഇതിൽ ഒരു കോപ്പറേറ്റീവ് കോമൺവെൽത്തിന്റെ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് എന്താണ്? ടു എൻഷുർ കളക്റ്റീവ് ഓണർഷിപ്പ് ആൻഡ് ഡെമോക്രാറ്റിക് കൺട്രോൾ ഓഫ് റിസോഴ്സസ്. അപ്പം ഒരു ഫേം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓണർഷിപ്പ് ആണെങ്കിലും അവർ കളക്റ്റീവ്, ഓക്കെ, കളക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓണർഷിപ്പും അതുപോലെ തന്നെ ജനാധിപത്യപരമായിട്ടുള്ള റിസോഴ്സ് ഷെയറിംഗും ആണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ടു എൻഷുർ കളക്റ്റീവ് ഓണർഷിപ്പ് ആൻഡ് ഡെമോക്രാറ്റിക് കൺട്രോൾ ഓഫ് റിസോഴ്സസ് ആണ് കോപ്പറേറ്റീവ് കോമൺവെൽത്തിന്റെ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത്? അപ്പൊ കോപ്പറേറ്റീവ് കോമൺവെൽത്തിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഓപ്ഷൻസ് നോക്കാം. സെൻട്രലൈസ്ഡ് ഡിസിഷൻ മേക്കിംഗ് ബൈ ദ സ്റ്റേറ്റ്, economic democracy, mutual aid and cooperation among cooperatives, social ownership of production. Okay, അപ്പം ഇവിടെ
ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഓക്കെ, ഡെമോക്രാറ്റിക് കൺട്രോൾ ഓഫ് റിസോഴ്സസ്. അപ്പോൾ ഇവിടെ നമുക്ക് എക്കണോമിക് ഡെമോക്രസി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫീച്ചർ ഓഫ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത്. അതുപോലെ തന്നെ കോപ്പറേറ്റീവ്സിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ആണ് മ്യൂച്വൽ എയ്ഡ് അല്ലെ. മ്യൂച്വൽ എയ്ഡ് ആൻഡ് സെൽഫ് ഹെൽപ്പ് എന്ന് പറയുന്നത് കോപ്പറേഷൻ. അതുപോലെ കോപ്പറേഷൻ എമംഗ് ആൻഡ് കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നതും ഇറ്റ്സ് എ ഫീച്ചർ ഓഫ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത്. ഓക്കെ, അതുപോലെ തന്നെ ഓണർഷിപ്പ്, പ്രൊഡക്ഷൻ ഓണർഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞത് കളക്റ്റീവ് ഓണർഷിപ്പ് ആണ്. ഓക്കെ, സോ ഇറ്റ്സ് സോഷ്യൽ ഓണർഷിപ്പ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫീച്ചർ. പക്ഷേ അവിടെ ഒരു ഓപ്ഷൻ എ എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് ഡിസിഷൻ മേക്കിംഗ് ബൈ ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിന്റെ സെൻട്രലൈസ്ഡ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് തെറ്റാണ്. ഇറ്റ്സ് നോട്ട് ദ ഫീച്ചർ ഓഫ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത്. ഓക്കെ, so answer is centralized decision making by the state is not a characteristic of cooperative commonwealth. അടുത്ത question, in a cooperative commonwealth how are decisions typically made within the cooperatives? കോപ്പറേറ്റീവ്സിന്റെ ഇടയിൽ എങ്ങനെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് ഒരു കോപ്പറേറ്റീവ് കോമൺവെൽത്തിൽ? ഓക്കെ, അപ്പൊ നമ്മൾ ഇത്ര നേരം പറഞ്ഞതുപോലെ തന്നെയാണ് എന്താണ് ഡെമോക്രാറ്റിക് കൺട്രോൾ ആണ്. സോ അവിടെ ഒരു ഡെമോക്രാറ്റിക് പ്രോസസ് ആണ്. ഒരു മെമ്പർക്ക് ഒരു വോട്ട്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ത്രൂ എ ഡെമോക്രാറ്റിക് പ്രോസസ് വൺ മെമ്പർ വൺ വോട്ട്. അപ്പം ബാക്കിയുള്ളതെല്ലാം തെറ്റാണ്. അതായത് നമ്പർ ഓഫ് ഷെയർസിന്റെ ബേസിസിലല്ല, ഒരു സെൻട്രലൈസ്ഡ് അതോറിറ്റി അല്ല, അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് ലീഡർ, ഒരു സിംഗിൾ ലീഡർ, അങ്ങനെ ഒരു ഓട്ടോക്രാറ്റിക് റൂൾ അല്ല. പകരം അവിടെ ഒരു ഡെമോക്രാറ്റിക് പ്രോസസ് ആണ്. വൺ മെമ്പർ വൺ വോട്ട്, ആ ഒരു രീതിയിലാണ് അവരുടെ ഡെസിഷൻ മേക്കിംഗ്. ഓക്കെ, അടുത്ത question, which economic system aligns most closely with the principles of cooperative commonwealth? Okay, അപ്പം കോപ്പറേറ്റീവ് കോമൺവെൽത്തിന്റെ പ്രിൻസിപ്പിൾസിനോട് ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് ഏതാണ്, ഏത് സിസ്റ്റം ആണ്? ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഏതൊക്കെ സിസ്റ്റം ആണ് നമുക്ക് അറിയുന്നത്? ക്യാപിറ്റലിസം, സ്റ്റേറ്റ് സോഷ്യലിസം, അനാർക്കോ സിൻഡിക്കലിസം, മെർച്ചന്റലിസം. ഓക്കെ, അപ്പം ഇതിൽ ഏറ്റവും കോപ്പറേറ്റീവ് കോമൺവെൽത്തിനോട് ഏറ്റവും കൂടുതൽ ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് അനാർക്കോ സിൻഡിക്കലിസം ആണ് കേട്ടോ. ഈ അനാർക്കോ സിൻഡിക്കലിസം എന്ന് പറയുന്നത് അതായത് ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ്. അതായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ക്യാപിറ്റലിസവും ഒപ്പം തന്നെ അതായത് ഒരു സെൻട്രലൈസ്ഡ് സൊസൈറ്റി അല്ലാതെ, അതായത് വർക്കിംഗ് യൂണിയൻസ്, ഇപ്പൊ നമുക്ക് ലേബർ യൂണിയൻസ് അങ്ങനെയുള്ള വർക്കർ യൂണിയൻസ് വെച്ച് റൺ ചെയ്തിട്ട് ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റി ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ആ ഒരു രീതിയിലേക്ക് ഒരു സ്റ്റേറ്റിനെ കൊണ്ടുവരിക. ഓക്കെ, അങ്ങനെയാണ്. അതായത് കുറെ ലേബർ യൂണിയൻസും അതുപോലെ തന്നെ അവർക്ക് ഈ ലേബർ യൂണിയൻസിന് അല്ലെങ്കിൽ വർക്കർ യൂണിയൻസിന് ഒരു റെവല്യൂഷണറി ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും എന്ന് വിചാരിച്ച് അങ്ങനെ ഒരു വർക്കേഴ്സിന്റെ ഇടയിൽ ഒരു ഫ്രീഡം അതുപോലെ തന്നെ ഇക്വാലിറ്റി അതൊക്കെ കൊടുത്ത് ചെയ്യിപ്പിക്കുന്ന ആ ഒരു സംഘടന, അങ്ങനെയുള്ള ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ് ഈ അനാർക്കോ സിൻഡിക്കലിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ എന്താ കോപ്പറേറ്റീവ്സിനെ സഹകാരികൾ കോപ്പറേറ്റീവ്സിനെ ഒരുമിച്ച് നിർത്തി അവരുടെ ഒരു പരസ്പര സഹായം അതെല്ലാം കൊണ്ടുവന്ന് ചെയ്യിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവർ ഒരു ലേബർ യൂണിയൻ അല്ലെങ്കിൽ ഒരു വർക്കർ യൂണിയൻസിനെ കൊണ്ടുവന്നിട്ട് അവിടെ ഒരു ക്യാപിറ്റലിസം മോഡൽ അല്ലെങ്കിൽ ഒരു സെൻട്രലൈസ്ഡ് മോഡൽ അല്ലാണ്ട് ഒരു ഡീസെൻട്രലൈസ്ഡ് മോഡൽ കൊണ്ടുവരുത്തുന്നത് ഈ അനാർക്കോ സിൻഡിക്കലിസത്തിലാണ്. ഓക്കെ, അപ്പൊ അവരുടെ പ്രിൻസിപ്പിൾസ് ഏകദേശം കുറെയൊക്കെ സാമ്യപ്പെട്ടതാണ്. ഓക്കെ, അടുത്ത question, how does a cooperative commonwealth differ from a capitalist economy? അപ്പം നമ്മൾ പറഞ്ഞത് ഇപ്പം ക്യാപിറ്റലിസ്റ്റിന്റെ കുറെ ഫീച്ചേഴ്സ് ഇവർ എടുക്കുന്നുണ്ടെന്ന്, പക്ഷെ എങ്ങനെയാണ് അവർ തമ്മിൽ ഡിഫർ ചെയ്യുന്നത്? ഓക്കെ, ഇവിടെ എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്താണ്, എപ്പോഴും അവർക്കൊരു കളക്റ്റീവ് അല്ലെങ്കിൽ ഒരു ഷെയർഡ് ഓണർഷിപ്പ് ആണ്. അതുപോലെ തന്നെ അവരുടെ ഡെസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് ആണ്. സോ അവിടെ ഒരു കൊളാബറേറ്റീവ് ഡെസിഷൻ മേക്കിംഗ് ആണ്. അപ്പം ക്യാപിറ്റലിസത്തിൽ എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് ഓണർഷിപ്പ് ആണ്. അതുപോലെ തന്നെ അവർ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഈ എന്റർപ്രണേഴ്സിനെ ഒക്കെ അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ അവർക്ക് കൂടുതൽ അവർ പൈസ അതിന് ആ ഒരു ഇൻഡിവിജ്വൽ പ്രോഫിറ്റ് മോട്ടീവ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഓക്കെ, ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു ഷെയർഡ് ഓണർഷിപ്പും അതുപോലെ തന്നെ ഒരു കൊളാബറേറ്റീവ് ഡെസിഷൻ മേക്കിംഗ് ആണ്. അപ്പൊ ആൻസർ ഇസ് ഇറ്റ് എംഫസൈസ് ഷെയർഡ് ഓണർഷിപ്പ്. കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയുന്നത് ഒരു ഷെയർഡ് ഓണർഷിപ്പ് അല്ലെങ്കിൽ അതുപോലെ തന്നെ അവരുടെ ഡെസിഷൻ മേക്കിംഗ് ഇസ് ഡെമോക്രാറ്റിക് ഓർ കൊളാബറേറ്റീവ് ഡെസിഷൻ മേക്കിംഗ് ആണ്. ഓക്കെ, അതാണ് ഡിഫറൻസ്. ഈ പറഞ്ഞു തന്നെ നമ്മൾ പോയിന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പറയുകയാണ്. അപ്പൊ എങ്ങനെ ചോദിച്ചാലും ആൻസർ വരുന്നെത്തുന്നത് ഒന്നിൽ തന്നെ ആയിരിക്കും. ഓക്കെ, the concept of a cooperative commonwealth is most closely associated with which of the following ideologies? അപ്പോൾ താഴെ തന്നിട്ടുള്ളതിൽ ഏത് ഐഡിയോളജീസുമായിട്ടാണ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ളത്? ന്യൂ ലിബറലിസം, ലിബർട്ടേറിയനിസം, സോഷ്യലിസം, ഫാസിസം. ഓക്കെ, ആൻസർ ഇസ് സോഷ്യലിസം. അപ്പോൾ തന്നിട്ടുള്ളതിൽ നമുക്ക് സോഷ്യലിസം ആയിട്ടാണ്. പക്ഷെ എന്നാൽ സ്റ്റേറ്റ് ഓൺഡ് അതായത് പബ്ലിക്
ഓൺഡ് ആണ്. സോഷ്യലിസത്തിൽ പബ്ലിക് ഓണർഷിപ്പ് ആണ്. ഇവിടെ എന്ന് പറയുമ്പോൾ കോപ്പറേറ്റീവ് കോമൺവെൽത്തിൽ എന്ന് പറയുമ്പം ഒരു ഷെയർഡ് ഓണർഷിപ്പ് ആണ്, അത്രേ ഉള്ളൂ. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റേറ്റ് ആണ്, ഒരു സ്റ്റേറ്റ് ഓൺഡ് അല്ലെങ്കിൽ ഒരു പബ്ലിക് ഓൺഡ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ എന്ന് പറയുമ്പം കോപ്പറേറ്റീവ് കോമൺവെൽത്തിൽ എന്ന് പറയുമ്പം അവിടെ ഒരു സ്റ്റേറ്റ് ഓണർഷിപ്പ് അങ്ങനെ ഇല്ല. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കുറെ ഡിഫറൻസ് ഒക്കെ ഉണ്ട്. എന്നാലും അവരുടെ കുറച്ച് കോൺസെപ്റ്റ്സ് ഒക്കെ കുറെയൊക്കെ സോഷ്യലിസവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതുമാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലുള്ള ലേബർ യൂണിയൻസ് അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറെയൊക്കെ എന്താ, അതായത് ഡയറക്റ്റ് ഡെമോക്രസി, അതുപോലെ എന്താ ഡയറക്റ്റ് ആക്ഷൻസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ വർക്കേഴ്സിനെ അവർ മാനേജ് ചെയ്യുക, അപ്പൊ വർക്കേഴ്സിന്റെ മാനേജ്മെന്റ്, അതൊക്കെ കുറെ നമുക്ക് സോഷ്യലിസവുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, which of the following best describes the economic structure of a cooperative commonwealth? Cooperative commonwealthന്റെ എക്കണോമിക് സ്ട്രക്ചറിനെ ഏറ്റവും കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഏതാണ്? ഓക്കെ, ഇതിൽ ഇന്റർകണക്റ്റഡ് നെറ്റ്വർക്ക് ഓഫ് വർക്കർ ഓൺഡ് കോപ്പറേറ്റീവ്സ് ആണ് കേട്ടോ. ആൻസർ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഇന്റർകണക്റ്റഡ് നെറ്റ്വർക്ക് ഓഫ് വർക്കർ ഓൺഡ് കോപ്പറേറ്റീവ്സ്. അതാണ് ഒരു കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയുന്നത്. അടുത്തത്, which principle is fundamental to the operation of a cooperative commonwealth? കോപ്പറേറ്റീവ് കോമൺവെൽത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻസ് നോക്കാം. ഇൻഡിവിജ്വൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അല്ല, കോമ്പറ്റേറ്റീവ് എക്സ്ക്ലൂഷൻ അല്ല, മ്യൂച്വൽ എയ്ഡ് ആൻഡ് കോപ്പറേഷൻ കറക്റ്റ്. ഓക്കെ, പ്രൈവറ്റൈസേഷൻ ഓഫ് പബ്ലിക് ഗുഡ്സ് അല്ല. ഓക്കെ, സോ ആൻസർ ഇസ് മ്യൂച്വൽ എയ്ഡ് ആൻഡ് കോപ്പറേഷൻ. അടുത്തത്, വാട്ട് ഇസ് ദ മേജർ അഡ്വാൻറ്റേജ് ഓഫ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത്? കോപ്പറേറ്റീവ് കോമൺവെൽത്തിന്റെ മേജർ അഡ്വാൻറ്റേജ് എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ഇൻ ദ ഹാൻഡ്സ് ഓഫ് എ ഫ്യൂ അല്ല, എൻകറേജ്മെന്റ് ഓഫ് മോണോപൊളിസ്റ്റിക് പ്രാക്ടീസസ് അല്ല, റിഡക്ഷൻ ഓഫ് എക്കണോമിക് ഇൻഇക്വാലിറ്റി ത്രൂ ഷെയർഡ് ഓണർഷിപ്പ് കറക്റ്റ്. ഓക്കെ, ഓണർഷിപ്പ് ഷെയർഡ് ഓണർഷിപ്പ് ആണ്. അവിടെ ഇക്വാലിറ്റി നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഇൻഇക്വാലിറ്റി കുറച്ചുകൊണ്ടുവരിക, റിഡക്ഷൻ ഓഫ് എക്കണോമിക് ഇൻഇക്വാലിറ്റി ത്രൂ ഷെയർഡ് ഓണർഷിപ്പ്. ഓക്കെ, പ്രൊമോഷൻ ഓഫ് കട്ട് കോമ്പറ്റീഷൻ ഇതൊന്നുമല്ല. ഓക്കെ, അടുത്തത്, വാട്ട് ഇസ് ദ റോൾ ഓഫ് പ്രോഫിറ്റ് ഇൻ കോപ്പറേറ്റീവ് കോമൺവെൽത്ത്? കോപ്പറേറ്റീവ് കോമൺവെൽത്തിൽ പ്രോഫിറ്റിന്റെ റോള് എന്താണ്? ഓക്കെ, ആൻസർ നോക്കാം നമുക്ക്. ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് സോൾലി ബേസ്ഡ് ഓൺ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ അല്ല, ടു ബി എലിമിനേറ്റഡ് എൻറ്റയർലി ഫ്രം ദ എക്കണോമിക് ട്രാൻസാക്ഷൻസ്, പ്രോഫിറ്റ് നമ്മൾ മൊത്തത്തിൽ ഒഴിവാക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, നോ. ടു ബി യൂസ്ഡ് ഫോർ റീ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ കമ്മ്യൂണിറ്റി ആൻഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ്. ഓക്കെ, കോപ്പറേറ്റീവ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും കമ്മ്യൂണിറ്റി, അവരുടെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും പ്രോഫിറ്റിനെ റീ ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പം അത് ഓക്കെയാണ്. ഓക്കെ, അടുത്തത്, ടു ബി മാക്സിമൈസ്ഡ് അറ്റ് ഓൾ കോസ്റ്റ് ഫോർ ഇൻഡിവിജ്വൽ ഗെയിൻ. ഇൻഡിവിജ്വൽ ഗെയിൻ എന്ന് പറയുന്ന ഒരു പരിപാടിയെ കോപ്പറേറ്റീവ് കോമൺവെൽത്തിൽ ഇല്ല. സോ ആൻസർ ഇസ് ടു ബി യൂസ്ഡ് ഫോർ റീഇൻവെസ്റ്റ്മെന്റ് ഇൻ ദി കമ്മ്യൂണിറ്റി ആൻഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ്. ഓക്കെ, അടുത്തത്, which of the following outcomes is a core objective of cooperative commonwealth? കോപ്പറേറ്റീവ് കോമൺവെൽത്തിന്റെ ഏറ്റവും നല്ലൊരു ഔട്ട്കം, അവരുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? അവരുടെ ഒബ്ജക്റ്റീവ്. ഓക്കെ, മാക്സിമൈസേഷൻ ഓഫ് കൺസ്യൂമർ ചോയ്സ് അല്ല, അച്ചീവ്മെന്റ് ഓഫ് എക്കണോമിക് എഫിഷ്യൻസി ത്രൂ കോമ്പറ്റീഷനേ ഇല്ല. ഓക്കെ, ക്രിയേഷൻ ഓഫ് എ സൊസൈറ്റി ബേസ്ഡ് ഓൺ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇക്വാലിറ്റി. അപ്പം സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇക്വാലിറ്റി എന്ന് പറയുന്നത് അവരുടെ ഒരു ഫീച്ചർ ആണ്. അങ്ങനെയുള്ളൊരു സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഇറ്റ്സ് കറക്റ്റ്. എലിമിനേഷൻ ഓഫ് ഓൾ ഫോംസ് ഓഫ് ഗവൺമെന്റ് ഇന്റർവെൻഷൻ മൊത്തത്തിൽ ഒഴിവാക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ, സോ ആൻസർ ഇസ് ക്രിയേഷൻ ഓഫ് സൊസൈറ്റി ബേസ്ഡ് ഓൺ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇക്വാലിറ്റി. ഓക്കെ, വാട്ട് ഇസ് ദ കീ ചാലഞ്ച് ഫേസ്ഡ് ബൈ എ കോപ്പറേറ്റീവ് കോമൺവെൽത്ത്? ഒരു കോപ്പറേറ്റീവ് കോമൺവെൽത്ത് ഫേസ് ചെയ്യുന്ന ചാലഞ്ച് എന്താണ്? ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. ഓവർ എംഫസിസ് ഓൺ ഇൻഡിവിജ്വൽ വെൽത്ത് അക്യുമുലേഷൻ ആണോ? അല്ല, എൻഷുറിംഗ് ഫെയർ പാർട്ടിസിപ്പേഷൻ ആൻഡ് ഡെസിഷൻ മേക്കിംഗ് അമംഗ് മെമ്പേഴ്സ് അത് തന്നെയാണ്. ഓക്കെ, അട്രാക്ടിംഗ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് അല്ല, മെയിൻറ്റെയിനിങ് ഓതോറിറ്റേറിയൻ കൺട്രോൾ ഓവർ എക്കണോമിക് റിസോഴ്സസ് അല്ല. ഓക്കെ, എൻഷുറിംഗ് ഫെയർ പാർട്ടിസിപ്പേഷൻ ആൻഡ് ഡെസിഷൻ മേക്കിംഗ് അമംഗ് ദ മെമ്പേഴ്സ് ആണ്. ഓക്കെ, അടുത്തത്, which economic system is characterized by private ownership of the means of production and focus on profit maximization? ഓക്കെ, നമുക്ക് ഒരു ഡൗട്ടും വേണ്ട, പ്രൈവറ്റ് ഓണർഷിപ്പും അതുപോലെ തന്നെ പ്രോഫിറ്റ് കൂട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ക്യാപിറ്റലിസം ആണ്. ഓക്കെ, ആൻസർ ഇസ് ക്യാപിറ്റലിസം. In which economic system does the state own and control all the major resources and means of production?
ഓക്കെ, ഏത് എക്കണോമിക് സിസ്റ്റം ആണ് സ്റ്റേറ്റ് ഓൺ ചെയ്ത് എല്ലാ മേജർ റിസോഴ്സസും കൺട്രോൾ ചെയ്ത് അവരുടെ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എല്ലാം കൺട്രോൾ ചെയ്യുന്നത്? സ്റ്റേറ്റ് ഓണർഷിപ്പ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഓണർഷിപ്പ് അല്ലെങ്കിൽ പബ്ലിക് ഓണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ വരിക? സോഷ്യലിസം ആണ് ആൻസർ. ഓക്കെ, അടുത്തത്, which of the following best describes the role of government in a capitalist economy? ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ ഗവൺമെന്റിന്റെ റോൾ കറക്റ്റ് ആയിട്ട് പറയുന്നത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ്? ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. To centralize control of all economic activities, to regulate the economy minimally and allow market forces to operate freely, to own all businesses and distribute resources equally, to promote communal sharing of resources. അപ്പോൾ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ആണ്, അതിൽ ഗവൺമെന്റിന്റെ റോൾ എന്താണ് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പം ഗവൺമെന്റിന്റെ റോൾ, ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്ന് പറയുമ്പോൾ അവിടെ ഇൻഡിവിജ്വൽ ഓണർഷിപ്പ് ആണ്, പ്രൈവറ്റ് ഓണർഷിപ്പ് ആണ് എല്ലാം. ഓക്കെ, അപ്പൊ അവിടെ എല്ലാ എക്കണോമിക് ആക്ടിവിറ്റീസിനും ഒരു സെൻട്രലൈസ്ഡ് കൺട്രോൾ ഗവൺമെന്റിന് ഇല്ല, കാരണം പ്രൈവറ്റ് ഓണേഴ്സ് ആണ്. ഓക്കെ, അടുത്തത്, ടു റെഗുലേറ്റ് ദ എക്കോണമി മിനിമലി, എക്കോണമി മിനിമൽ ആയിട്ട് റെഗുലേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ മാർക്കറ്റ് ഫോഴ്സസ് ഫ്രീ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പെർമിഷൻ കൊടുക്കാം. ഓക്കെ, അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്തത്, ടു ഓൺ ഓൾ ബിസിനസ്സസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് റിസോഴ്സ് ഈക്വലി, അല്ല, എല്ലാ ബിസിനസ്സും ഗവൺമെന്റിന് ഓൺ ചെയ്യാൻ പറ്റുമോ? ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ ഇല്ല. അപ്പം അതുപോലെ തന്നെ റിസോഴ്സസ് അവിടെ ഈക്വൽ ഡിസ്ട്രിബ്യൂഷനും പറ്റില്ല. ഓക്കെ, അതുപോലെ തന്നെ ഷെയറിംഗ് ഓഫ് കമ്മ്യൂണൽ ഷെയറിംഗ് ഓഫ് റിസോഴ്സസ്, അവിടെ റിസോഴ്സ് ഷെയറിംഗ് എന്ന് പറയുന്ന ഒരു ഇതില്ല. ഓക്കെ, അപ്പൊ ഇവിടെ ഗവൺമെന്റിന്റെ റോള് എക്കണമി, അതായത് നമ്മളുടെ ആ ഒരു എക്കോണമി മിനിമലായിട്ട് കൊണ്ടുപോവുക, മാർക്കറ്റ് ഫോഴ്സസിലേക്ക്, അതായത് മാർക്കറ്റിലേക്ക് അത് ഫ്രീ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി അവർ അലൗ ചെയ്യുക എന്നുള്ളതാണ് ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഓക്കെ, ആൻസർ ഇസ് ഓപ്ഷൻ ബി, ടു റെഗുലേറ്റ് ദ എക്കോണമി മിനിമലി ആൻഡ് അലൗ മാർക്കറ്റ് ഫോഴ്സസ് ടു ഓപ്പറേറ്റ് ഫ്രീലി. അടുത്തത്, അണ്ടർ സോഷ്യലിസം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ടിപ്പിക്കലി ട്രൂ? സോഷ്യലിസത്തില് ഏറ്റവും ട്രൂ ഇതിൽ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. റിസോഴ്സസ് ആർ അലോക്കേറ്റഡ് ബേസ്ഡ് ഓൺ ഇൻഡിവിജ്വൽ വെൽത്ത്, ഇൻഡിവിജ്വൽ വെൽത്തിന്റെ അടിസ്ഥാനത്തിലാണോ റിസോഴ്സ് അലോക്കേഷൻ? അല്ല. There is no role for the state in economic planning, എക്കണോമിക് പ്ലാനിങ്ങിൽ സ്റ്റേറ്റിന് ഒരു റോളും ഇല്ല എന്നാ പറയുന്നത്, മൊത്തത്തിൽ അവിടെ സ്റ്റേറ്റിന്റെ റോളാണുള്ളത്. സോ ഈ ഒരു ഓപ്ഷനും തെറ്റാണ്. അടുത്തത്, the government controls the major industries but private enterprise can exist. അപ്പൊ ഇവിടെ ഇത് ട്രൂ ആണ്, കാരണം ഗവൺമെന്റ് ആണ് കൂടുതൽ ഇൻഡസ്ട്രീസും കൺട്രോൾ ചെയ്യുന്നത്, പക്ഷെ എന്നാലും പ്രൈവറ്റ് ആയിട്ടും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഇസ് എൻകറേജ്ഡ്. എല്ലാ മീൻസ് ഓഫ് പ്രൊഡക്ഷനും പ്രൈവറ്റ് ഓണർഷിപ്പ് ആണോ? അല്ല, അവിടെ ഗവൺമെന്റ് ഓണർഷിപ്പ് ആണ് കൂടുതൽ, ബട്ട് പ്രൈവറ്റ് ക്യാൻ എക്സിസ്റ്റ്. ഓക്കെ, അപ്പൊ അതാണ് ആൻസർ, ഓപ്ഷൻ സി, ദ ഗവൺമെന്റ് ക്യാൻ കൺട്രോൾ ദ മേജർ ഇൻഡസ്ട്രീസ് ബട്ട് പ്രൈവറ്റ് എന്റർപ്രൈസ് ക്യാൻ എക്സിസ്റ്റ്. അടുത്തത്, ഇൻ എ കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി ഹൗ ആർ ഗുഡ്സ് ആൻഡ് സർവീസസ് ഡിസ്ട്രിബ്യൂട്ടഡ്? കമ്മ്യൂണിസത്തില് ഗുഡ്സ് ആൻഡ് സർവീസസ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഓപ്ഷൻസ് നോക്കാം. അക്കോർഡിംഗ് ടു ഈച്ച് ഇൻഡിവിജ്വൽസ് എബിലിറ്റി ടു പേ, അക്കോർഡിംഗ് ടു നീഡ്സ് വിത്തൗട്ട് ദ യൂസ് ഓഫ് മണി, through a competitive market system, by private corporations based on profit motives. Okay, കമ്മ്യൂണിസത്തിൽ ഇവിടെ പ്രൈവറ്റ് ഓണർഷിപ്പോ അല്ലെങ്കിൽ പ്രോഫിറ്റ് മോട്ടീവ്സോ അങ്ങനെയൊന്നുമില്ല. ഒരു സ്റ്റേറ്റ്ലെസ് ക്ലാസ്ലെസ് സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി. അവിടെ ഒരു പ്രത്യേകിച്ച് ഒരു സ്റ്റേറ്റും ഇല്ല, പ്രത്യേകിച്ച് ഒരു ക്ലാസ്സും ഇല്ല. ഓക്കെ, എല്ലാവരും ഒരേ രീതിയിൽ. അപ്പോൾ അവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് അക്കോർഡിംഗ് ടു നീഡ്സ് വിത്തൗട്ട് ദ യൂസ് ഓഫ് മണി, ഒരു കൂടുതൽ പൈസയുടെ ഒന്നും ഇല്ലാതെ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതാണ് ഒരു കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി എയിം ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് അവിടുത്തെ ഗുഡ്സ് ആൻഡ് സർവീസസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നാണ്, അക്കോർഡിംഗ് ടു ദ നീഡ്സ് വിത്തൗട്ട് ദ യൂസ് ഓഫ് മണി. ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഓക്കെ, most likely to feature high levels of economic inequality. ഓക്കെ, അവിടെ ഒരു എന്താ പറയാ, തുല്യത ഇല്ലായ്മ, സാമ്പത്തികപരമായിട്ടൊരു തുല്യത ഇല്ലായ്മ, അത് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ഏത് എക്കണോമിക് സിസ്റ്റത്തിലാണ്? ഓക്കെ, ക്യാപിറ്റലിസം ആണ്. അവിടെ പ്രൈവറ്റ് ഓണർഷിപ്പ് ആണ്, അപ്പൊ എല്ലാവർക്കും പ്രൈവറ്റ് ആയിട്ടാണ്, ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും അവരുടെ സാമ്പത്തിക അവസ്ഥ. ഓക്കെ, ചിലപ്പം ഒന്നും ഇല്ലാത്തവരുണ്ടാവും, ഒരുപാട് കൂടിയവരും ഉണ്ടാവും. ഓക്കെ, അവിടെ എക്കണോമിക് ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത് വളരെ ഹൈ ലെവലിൽ നിൽക്കുന്നത് ക്യാപിറ്റലിസത്തിലാണ്. ഓക്കെ, അടുത്തത്, വാട്ട് ഇസ് ദ പ്രൈമറി ഡിഫറൻസ് ബിറ്റ്വീൻ സോഷ്യലിസം ആൻഡ് കമ്മ്യൂണിസം റിഗാർഡിംഗ് പ്രോപ്പർട്ടി ഓണർഷിപ്പ്? പ്രോപ്പർട്ടി ഓണർഷിപ്പിന്റെ കേസിൽ സോഷ്യലിസവും കമ്മ്യൂണിസവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഓക്കെ,
socialism options നോക്കാം. Socialism allows for private ownership of all property while communism does. Socialism private ownership ആണോ? അല്ല. So option A തെറ്റ്. Socialism advocates for state ownership for all property while communism allows some private property. സോഷ്യലിസം എന്താ എല്ലാ പ്രോപ്പർട്ടിയും സ്റ്റേറ്റ് ഓണർഷിപ്പ് ആവണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. അവിടെ പ്രൈവറ്റ് ആം എക്സിസ്റ്റ് ചെയ്യാം, എല്ലാം സ്റ്റേറ്റ് ഓണർഷിപ്പ് ആവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അടുത്തത്, സോഷ്യലിസം അലൗസ് ഫോർ പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് പേഴ്സണൽ പ്രോപ്പർട്ടി while communism abolishes all private property. ഓപ്ഷൻ അടുത്തത് നോക്കാം. There is no difference but both advocate for complete state control of property. ഓക്കെ, രണ്ടും സ്റ്റേറ്റ് കൺട്രോൾ ഓഫ് പ്രോപ്പർട്ടി ആണെന്നാണ് പറയുന്നത്. അല്ല, അവിടെ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, നോ ഡിഫറൻസ് എന്ന് പറയുന്നത് തെറ്റാണ്. ഓക്കെ, ഇവിടെ നോക്കൂ. Socialism allows for private ownership of personal property. Socialism കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് പ്രൈവറ്റ് ഓണർഷിപ്പ് അല്ല, പബ്ലിക് ആണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓണർഷിപ്പ് ആണ്, ഗവൺമെന്റ് ഓണർഷിപ്പ് ആണ്. എങ്കിലും അവിടെ പ്രൈവറ്റ് ഓണർഷിപ്പ് എക്സിസ്റ്റ് ചെയ്യാം. പേഴ്സണൽ പ്രോപ്പർട്ടി, അവരുടെ സ്വന്തമായിട്ടുള്ള പേഴ്സണൽ പ്രോപ്പർട്ടീസിന് പ്രൈവറ്റ് ഓണർഷിപ്പ് എക്സിസ്റ്റ് ചെയ്യാം. പക്ഷെ കമ്മ്യൂണിസത്തിന്റെ കേസിൽ അവിടെ ഒരു സ്റ്റേറ്റും ഇല്ല, ഒരു ക്ലാസ്സും ഇല്ല, ഒന്നുമില്ല. സ്റ്റേറ്റ്ലെസ്, ക്ലാസ്ലെസ് ആണ്. ഓക്കെ, അപ്പൊ അവിടെ പ്രൈവറ്റും ഇല്ല, പബ്ലിക്കും ഇല്ല, ഒന്നുമില്ല. സോ ഇറ്റ് അബോളിഷസ് ഓൾ പ്രൈവറ്റ് പ്രോപ്പർട്ടി. ഓക്കെ, so answer is option C. Socialism allows for private ownership of personal property while communism abolishes all private properties. Okay. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. നമുക്ക് ഇനിയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അടുത്ത കേരള ബാങ്കിന്റെ എക്സാം വരെ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് ഈ മോഡ്യൂൾ വൈസ് പോവാം. അതാവും കുറച്ചും കൂടിയും നല്ലതെന്ന് തോന്നുന്നു. ടോപ്പിക് വൈസ് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകുന്നതിനേക്കാളും ഇങ്ങനെ മോഡ്യൂൾ വൈസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻസിന്റെ ഒപ്പം തന്നെ ആൻസേഴ്സ് ഡിസ്ക്രൈബ് ചെയ്ത് പോകുമ്പോൾ കുറച്ചും കൂടിയും ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാവാനായിട്ട് എളുപ്പമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് പറയാം. ഓക്കെ, അപ്പം ഇങ്ങനെ മോഡ്യൂൾ വൈസ് പോയാൽ മതിയെങ്കിൽ നമുക്ക് മോഡ്യൂൾ വൈസ് പോവാം. ടോപ്പിക്സ് വൈസ് ആണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ ടോപ്പിക്സ് ആണ് കൂടുതൽ നോക്കേണ്ടത് എന്നുള്ളത് പറയുകയാണെങ്കിൽ ആ ടോപ്പിക് നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആയവർക്ക് ഷെയർ ചെയ്തുകൂടെ കൊടുക്കുക കേട്ടോ. അപ്പം ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുക കേട്ടോ. അപ്പം സീ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.